ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഫോർത്ത് പാർട്ട് 40ാമത്തെ ക്വസ്റ്റ്യൻ. 40 ക്വസ്റ്റ്യൻ ഏകദേശം ഈ സീരീസിൽ കംപ്ലീറ്റ് ആവും. പ്രോബ്ലംസ് ആൻഡ് ട്രെയിൻസ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഫസ്റ്റ് വീഡിയോനെ പറ്റി പോയപ്പോഴും അതല്ലാതെ സെപ്പറേറ്റ് റിലേറ്റീവ് സ്പീഡ് പോയപ്പോഴും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രെയിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഈ സെഷൻ ഫുള്ളി അതിന് വേണ്ടിയിട്ടുള്ളൊരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ടൈം ആൻഡ് ഡിസ്റ്റൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ബട്ട് ചില ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റീവ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ടൈം ആൻഡ് വർക്ക് പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിലൊന്നാണ് ഞാൻ പറഞ്ഞ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് കുറച്ച് അരിച്ചു പെറുക്കി ബോട്ട് ആൻഡ് സ്ട്രീം, റിലേറ്റീവ് സ്പീഡ്, പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ്, ഇങ്ങനത്തെ ഏരിയസിൽ നിന്ന് കുറച്ച് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഏകദേശം 2 to 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാം പ്രിലിംസിൽ. മെയിൻസിൽ അതിനനുസരിച്ച് വെയിറ്റേജ് കൂടും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന റെക്കോർഡഡ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഈ സീരീസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എക്സാമിൻ്റെ ടൈമാണ്, ബേസിക്സ് അല്ല ഇപ്പോൾ പോകേണ്ടത്. സ്പീഡ് കൂട്ടുക, കുറച്ച് പുതിയ മെത്തേഡ് പഠിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. സോ ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് സ്പീഡ് മോക്ക് ആയിരിക്കും. അപ്പം നമ്മുടെ ടൈം സ്ലോട്ടിൻ്റെ ലിമിറ്റ് അനുസരിച്ച് നമ്മൾ 10 ക്വസ്റ്റ്യൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പോയി ആ ടോപ്പിക് ഒന്ന് പഠിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ, വേറെ യൂട്യൂബിൽ നിങ്ങൾക്ക് നമ്മുടെ തന്നെ ബേസിക്സ് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ചാനലാണെന്ന് വെച്ചാൽ പോയി കാണുക. ബട്ട് നമ്മൾ തന്നെ 3 ഫാക്കൽറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഓക്കെ എനിക്ക് ഇന്ന സാറിൻ്റെ ഇന്ന മിസ്സിൻ്റെ കംഫർട്ടബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എനിവേ എൻ്റെ ഇത്രയും റിക്വയർമെൻറ്റുകൾ നിങ്ങൾ ബേസിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് സ്പീഡ് എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, വരിക കാണുക. അപ്പം ബേസിക്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഉപകരിക്കും. അതല്ലാതെ ഓൾറെഡി ഇപ്പോൾ പ്രിപ്പറേഷൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞു. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ബേസിക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് വാച്ച് ചെയ്യുക. അതല്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക. പുതിയ മെത്തേഡ്സ് കിട്ടുകയാണ് ബുക്കിൽ എഴുതി വെക്കുക. ആൻഡ് ലൈവ് സെഷൻ പോകാൻ നേരം പ്ലീസ് എല്ലാവരും മാക്സിമം റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് താമസിച്ചാലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളും അത്യാവശ്യം പുറകിലല്ല, ഒപ്പം ഉണ്ട് എന്നറിയാൻ നേരം അത്യാവശ്യം ഒന്ന് കൊഴുക്കും. കമൻറ്റ് സെക്ഷനിൽ ആ ഹെൽത്തി കോമ്പറ്റീഷൻ്റെ ഒരു വൈബ് എനിക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പോസിറ്റീവായിട്ട് സീരീസ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. മീൻസ് എസ്പെഷ്യലി ലൈവ് സെഷൻ വരാൻ നേരം ഞാനൊരു 45 മിനിറ്റ്സ് ആയിരിക്കും മാക്സിമം എടുക്കുന്നത്. ചില ലെങ്തി സീരീസ് വരാൻ നേരം 1 hour വരെ പോകാറുണ്ട്. എനിവേ ആ 30 മിനിറ്റ്സിലായിരിക്കും നമ്മുടെ കണ്ടൻറ്റ് തീർക്കുന്നത്. പിന്നുള്ള 15 മിനിറ്റ്സ് നമ്മൾ മാക്സിമം ഇൻട്രാക്ഷൻ വെച്ച് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അക്കാഡമിക് റിലേറ്റഡുള്ള എന്ത് ക്വയറീസും ചോദിക്കാം. മാക്സിമം റെസ്പോണ്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അടുത്ത ദിവസം സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡേയിലെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും. അപ്പം മാക്സിമം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കും മടുപ്പ് വരാതെ പോകാൻ പറ്റും കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ. നിങ്ങളുടേതായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് റെക്കോർഡ് സെഷനിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരുവേ. 10 ക്വസ്റ്റ്യനിൽ 1 ഹോംവർക്ക് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തിട്ട് പറ. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിയേ, പറഞ്ഞേക്കുന്നത് എന്താ, നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രെയിൻ മൂവ് ചെയ്യാൻ നേരം ഒരു മാൻ വാക്ക് ചെയ്യാൻ നേരം അയാൾ ഒരു ട്രെയിനിനെ ക്രോസ് ചെയ്യുന്നു. 225 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാൻ നേരം അയാളെ ക്രോസ് ചെയ്യുന്ന സമയം തന്നിട്ടുണ്ട്. എത്ര? 9 സെക്കൻഡ്. അപ്പം അവരുടെ റിലേറ്റീവ് സ്പീഡല്ലേ ഇത്? അവരുടെ റിലേറ്റീവ് സ്പീഡാണ് അപ്പോൾ നമ്മൾ ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് റിലേറ്റീവ് സ്പീഡ് ഇപ്പുറത്ത് കൊണ്ടുവരിക, ഈക്വൽ ടു ടൈം ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ടു മീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് റിലേറ്റീവ് സ്പീഡ്
കിട്ടും. ഈ ഒരു ഫോർമുല പഠിച്ചു നോക്കുക, അതിൽ നിന്നാണ് ഇത് ഡിറൈവ് ആയത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എങ്ങനെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ട്രെയിൻ ഓഫ് സ്പീഡ് പ്ലസ് ട്രെയിൻ ഓഫ് മാൻ, എക്സ് പ്ലസ് 5, എക്സ് km/hലാണ്. അപ്പോൾ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് മൊത്തത്തിൽ km/h ആണ്. ഈസ് ഈക്വൽ ടു 225/9. ഡിസ്റ്റൻസ് ആ മാനിനെ ക്രോസ് ചെയ്യാൻ നേരം ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ് കവറായി പോകുന്നത്. അതായത് ക്രോസ് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും. 225 മീറ്റർ ബൈ ടൈം ട്രെയിൻ ടേക്കൺ ടു മീറ്റ് ക്രോസ് 9 seconds. അപ്പം ഇതെത്ര വരും? 25 മീറ്റർ/സെക്കൻഡ് ആണ്. അതിനെ km/h ആക്കണം, കാരണം ഇപ്പുറത്ത് km/h ആണ്. അപ്പോൾ ഇൻറ്റു 18/5 മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് 90 കിട്ടും. എക്സിൻ്റെ വാല്യൂ 90 - 5 85 km/h. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ 30 seconds. അല്ല വേണ്ട, ഇത് ഹോംവർക്കായിട്ട് ചെയ്യും, വലിയ പാടില്ലല്ലോ. 220/54 × 5/18 3 × 15. അപ്പം സ്പീഡുണ്ട് 220/66. ഓക്കെ, 2/3 ഇൻറ്റു 220 2/3 ഇൻറ്റു സ്പീഡ് 54 ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് ഇൻറ്റു 18. അപ്പം ഓക്കെ, 2/3 ഇൻറ്റു 6 ഇൻറ്റു 2 12 ആൻസർ വരുന്നത്. നിങ്ങളത് ഹോംവർക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, എൻ്റെ ആൻസർ 12 ആയിരിക്കും. നിങ്ങളത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബട്ട് ആൻസർ കമൻറ്റ് ചെയ്ത് വെക്കുക. 12 ആ രീതിയിൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ ആൻസർ ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കമൻറ്റിൽ. അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ലൈവ്, നമുക്ക് മൺഡേയിലായിരിക്കും ലൈവ് വരുന്നത്. ആ ടൈമിൽ ഈ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റീവ് സ്പീഡിൽ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഞാനപ്പം അത് ചെക്ക് ചെയ്തിട്ട് പറയാം. ആ സമയത്ത് തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനൊരു ഷോർട്ട് കട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഫോർമുലയാണ്. അതായത് ടി എ എന്താണെന്ന് നോക്കാം. പിയും ക്യൂവും 2 സ്റ്റേഷനുണ്ട്. പിന്ന് ക്യൂവിലോട്ടാണ് എ പോകുന്നത്. ബട്ട് ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്ന് വെക്കുക. അപ്പം മീറ്റ് ചെയ്തതിന് ശേഷം എ ക്യൂ വരെ എത്താൻ 16 മണിക്കൂർ എടുത്തു. ഈ ടൈമിനെയാണ് ഞാൻ ടി എ എന്ന് വിളിച്ചത്. ആൻഡ് മീറ്റ് ചെയ്തതിന് ശേഷം പിയിലെത്താൻ ബി 4 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇതിനെയാണ് ഞാൻ ടി ബി എന്ന് വിളിച്ചത്. ഓക്കെ, മീറ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്ന റെസ്പെക്റ്റീവ് ടൈം ഓഫ് എ ആൻഡ് ബി എ ആണ് ടി എ ആൻഡ് ടി ബി എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അപ്പം റൂട്ട് ഓഫ് ടി എ ബൈ ടി ബി അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാ കിട്ടുന്നത്? എസ് ബി ബൈ ദ റേഷ്യോ സ്പീഡിൻ്റെ, അതായത് ടി എ ബൈ ടി ബിയുടെ റൂട്ട് എടുക്കുമ്പോൾ എസ് ബി ബൈ എസ് എ നമുക്ക് കിട്ടും. ഈ റിലേഷൻ ആലോചിച്ച് വെച്ചേക്കണം, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നോക്കിയേ, ഇവിടെ ടി എ എന്ന് പറയുന്നത് എത്ര? റൂട്ട് ക്രോസ് കണ്ടുമുട്ടിയിട്ട് അപ്പുറത്തെ പോയിന്റിൽ എത്താനായിട്ട് 16 മണിക്കൂർ എടുത്തു. ബി എന്ന് പറയുന്നത് 4 മണിക്കൂർ എടുത്തു. ചെയ്യാൻ നേരം റൂട്ട് ഓഫ് 4 2/1 ഈസ് ഈക്വൽ ടു എസ് ബി എന്ന് പറയുന്നത് എത്ര? എസ് ബി എന്ന് പറയുന്നത് തന്നിട്ടില്ല, ബൈ എസ് എ എന്ന് പറയുന്നത് 54 km/h. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം എസ് ബി എത്ര വരും? 108 km/h എന്ന് ആൻസർ വരും കേട്ടോ. ഓപ്ഷൻ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
ഇത് രണ്ട് രീതി ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം സാധാ രീതി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രെയിനിൻ്റെ ലെങ്ത്, രണ്ട് ട്രെയിനുണ്ട്. ആദ്യത്തെ ട്രെയിൻ എന്നും രണ്ടാമത്തെ ട്രെയിനെ ബി എന്നും വിളിച്ചു. അതിൻ്റെ ലെങ്ത് എൽ എ, രണ്ടാമത്തെ ലെങ്ത് എൽ ബി. ഓക്കെ, അപ്പം ട്രെയിന് ഒരു മനുഷ്യനെ ക്രോസ് ചെയ്യാനായിട്ട് 28 സെക്കൻഡ് എടുത്തു എന്നല്ല പറയുന്നത്. അല്ല, ഒരു മാൻ, അതായത് ആദ്യത്തെ ട്രെയിൻ ഏത് ഡയറക്ഷനിലാണോ മനുഷ്യനെ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ടാമത്തെ ട്രെയിൻ മനുഷ്യനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആൻഡ് ലെങ്ത് ഓഫ് എ ബൈ സ്പീഡ് ഓഫ് എ ചെയ്യുമ്പോഴാണ് ആ മനുഷ്യനെ, ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ ട്രാവൽ ചെയ്തു ബൈ ട്രെയിനിൻ്റെ സ്പീഡ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യാനെടുത്ത് സമയം കിട്ടും. ലെങ്ത് ഓഫ് ട്രെയിൻ എ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എ ഈക്വൽ ടു 28 സെക്കൻഡ്. ഇതിൽ നിന്ന് ലെങ്ത് ഓഫ് ട്രെയിൻ എത്ര കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ 28 SI എന്ന് കിട്ടും. ഈ സെയിം രീതിയിൽ ലെങ്ത് ഓഫ് ട്രെയിൻ ബി ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ബി ചെയ്യുമ്പോൾ 10 സെക്കൻഡ് കിട്ടും. ഇതിൽ നിന്ന് ലെങ്ത് ഓഫ് ട്രെയിൻ ബി എന്ന് പറയുന്നത് 10 × SB. ഇനി നമുക്കറിയാം രണ്ട് വസ്തുക്കൾ ക്രോസ് ചെയ്യാൻ നേരം, രണ്ട് ട്രെയിൻ ക്രോസ് ചെയ്യാൻ നേരം അവിടെ കവർ ആവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിൻ്റെയും ലെങ്ത് തന്നെയാണ്, വെദർ റെസ്പെക്റ്റീവ് ഓഫ് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും സെയിം ഡയറക്ഷനിലും. ട്രെയിനിൻ്റെ ലെങ്ത് എപ്പോഴും ക്രോസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും കവേർഡ് ഡിസ്റ്റൻസ് രണ്ട് ട്രെയിനിൻ്റെ സമ്മായിരിക്കും. ബൈ റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ സമ്മായിരിക്കും SA + SB ആയിരിക്കും. ഇത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 24 സെക്കൻഡ്. ഇനിയും ഇതിനെ രണ്ടിനെയും അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പം 24 SA + 24 SB. ആൻഡ് LA + SB എനിക്ക് എങ്ങനെ എഴുതാം? LAയുടെ സ്ഥാനത്ത് 28 SAയും LBയുടെ സ്ഥാനത്ത് 10 SBയും ഇട്ട് കൊടുക്കുക ഇതിൽ. അപ്പോൾ 28 SA + 10 SB = 24 SA + 24 SB. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം ഫൈനലി SA/SB 7:2, 7/2, 7:2 ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഫസ്റ്റ് ട്രെയിൻ SA, സെക്കൻഡ് ട്രെയിൻ SB, ഓക്കെ. അപ്പം നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രെയിന് ഇത് ലെങ്ത് എ, ഇത് ലെങ്ത് ബി. റിലേറ്റീവ് സ്പീഡ് വരാൻ നേരം, അതായത് 24 സെക്കൻഡ് എന്തോ എടുത്തേ? ട്രെയിൻ ക്രോസ് ചെയ്യാനെടുത്ത സമയമല്ലേ 24 സെക്കൻഡ്. അതായത് ഈ ട്രെയിൻ ബി LA ക്രോസ് ചെയ്യാനെടുത്ത സമയവും, അതായത് മറ്റേ ട്രെയിൻ എ LB അതായത് ക്രോസ് ചെയ്യാനെടുത്ത സമയമാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം ട്രെയിൻ എയുടെ സ്പീഡ്, അതായത് ട്രെയിൻ എ ഒരു പോയിന്റിനെ മാത്രം ക്രോസ് ചെയ്യുകയാണെങ്കിൽ 28 സെക്കൻഡ് എടുക്കും. അവർ അതായത് ട്രെയിൻ ബീൻ്റെയും കൂടെ കേസ് വരാൻ നേരം അയാൾക്ക് 24 സെക്കൻഡ് എടുക്കുന്നുള്ളൂ ക്രോസ് ചെയ്യാനായിട്ട്. കാരണം ആരുടെ സ്പീഡായിരിക്കും അപ്പോൾ കൂടുതലും? സ്പീഡ് എയുടേതായിരിക്കും കൂടുതൽ. കാരണം അയാൾക്ക് റിലേറ്റീവ് സ്പീഡിൽ കുറവാണ് വരുന്നത് സമയം. അപ്പം 4 സെക്കൻഡ് കുറച്ച് സഞ്ചരിച്ചാൽ മതി, അല്ല കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. എപ്പോൾ? റിലേറ്റീവ് സ്പീഡ് ക്രോസ് ചെയ്യാനെടുക്കുന്ന സമയത്തേക്കാൾ അയാൾക്ക് 4 സെക്കൻഡ് കൂടുതൽ സഞ്ചരിക്കണം ഇൻഡിവിജ്വൽ ലെങ്ത് കവർ ചെയ്യാനായിട്ട്. അപ്പം ആ കൂടുതലെടുത്ത സമയത്ത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആണോ ആ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം റിലേറ്റീവ് സ്പീഡിൽ എന്തുവാ, രണ്ടുപേരും ഒരുമിച്ച് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലേ. എന്തായാലും ബിയുടെ ലെങ്ത് കവർ ചെയ്യാനായിട്ട് എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട്. പിന്നെ എയുടെ ലെങ്ത് അല്ലേ കവർ ചെയ്യേണ്ടത്. ആൻഡ് എയുടെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിയുടെ ലെങ്ത് അല്ലേ അഡീഷണൽ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡീഷണൽ രണ്ടുപേരും കവർ ചെയ്യാനെടുത്ത സമയം, അല്ല കവർ ചെയ്യാനെടുത്ത ഡിസ്റ്റൻസ്
രണ്ടുപേരും റിലേറ്റീവ് സ്പീഡിൽ ഒരുമിച്ച് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ രണ്ടുപേരുടെയും ലെങ്ത് ഓൾറെഡി അവർ കവർ ചെയ്തു. അതല്ലാതെ അവർ അഡീഷണൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് അഡീഷണൽ എടുത്ത സമയം എത്ര? 4 സെക്കൻഡ് ഇൻറ്റു സ്പീഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കണം? സ്പീഡ് ഓഫ് ബി 10 എത്ര ആണോ അതേ ഇൻറ്റു. ഇനി നോക്കിക്കേ, ഇയാൾ ഇവിടെ 4 സെക്കൻഡ് കുറവെടുത്തു, ഇവിടെ 14 സെക്കൻഡ് കൂടുതലെടുത്തു. ഓക്കെ, കൂടുതലെടുത്ത് എസ് ബി ട്രാവൽ ഡിസ്റ്റൻസ് ആയിരിക്കും 4 സെക്കൻഡ് കുറവെടുത്ത് ട്രെയിനെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് എസ് എ ബൈ എസ് ബി കിട്ടും. എത്ര വരും? 14/4 7/2 കിട്ടും. ഓക്കെ, അപ്പം ഇതായിരിക്കും ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു ട്രെയിൻ ഇൻഡിവിജ്വലി അതിൻ്റെ ലെങ്ത് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം തന്നിട്ടുണ്ട്, വേറൊരു ട്രെയിൻ അതിൻ്റെ ഇൻഡിവിജ്വൽ ലെങ്ത് മറികടക്കാനായിട്ട് എടുത്ത സമയം തന്നിട്ടുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും ഒരുമിച്ച് ക്രോസ് ചെയ്യാനെടുത്ത സമയവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. എസ് എ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് 4 ഈസ് ഈക്വൽ ടു എസ് ബി ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ്. അതിൽ നിന്ന് എസ് എ ബൈ എസ് ബി സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും കേട്ടോ. വേറൊന്നുമില്ല, രണ്ടുപേരും അഡീഷണലി കവർ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, ബിൻ്റെ എൻ്റെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, രണ്ട് ട്രെയിനുണ്ട് എയും ബിയും. അവർ ക്രോസ് ചെയ്യാനെടുക്കുന്ന സമയം 21 സെക്കൻഡാണ്. ഓരോരുത്തരുടെ സ്പീഡും തന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെയും ബിൻ്റെയും ലെങ്തിൻ്റെ ഒരു റിലേഷനും തന്നിട്ടുണ്ട്. എൻ്റെ ലെങ്ത് എത്ര ബിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 5/2 ടൈംസ്, 2.5 ടൈംസ് എന്ന് പറഞ്ഞാൽ 5/2 ടൈംസ് ആയിരിക്കും ഏത് എൻ്റെ ലെങ്ത്. 2.5 എന്ന് പറഞ്ഞാൽ 5/2 ടൈംസ് ഓഫ് ബിൻ്റെ ലെങ്ത് ആയിരിക്കും എൻ്റെ ലെങ്ത്. അപ്പം 5/2 ടൈംസ് ഓഫ് ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൊത്തത്തിൽ 2 മീറ്റർ 2 യൂണിറ്റ് ആണ് ബിൻ്റെ എങ്കിൽ അതിൻ്റെ 5/2 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 2:5 ആയിരിക്കും ലെങ്ത് ഓഫ് ബി ഈസ് ടു ലെങ്ത് ഓഫ് എ ട്രെയിനിൻ്റെ റേഷ്യോ. അപ്പം 2x മീറ്റർ ആണ് ബിൻ്റെതെങ്കിൽ 5x മീറ്റർ ആയിരിക്കും എൻ്റെ ലെങ്ത്. അപ്പോൾ രണ്ടും കൂടെ ചെയ്യാൻ നേരം ടോട്ടൽ LA + LB എന്ന് പറയുന്നത് 7x മീറ്റർ ആയിരിക്കും. ആൻഡ് ടൈം ടേക്കൺ ടു മീറ്റ് അല്ലെ ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവേർഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം 21 ഇൻറ്റു റിലേറ്റീവ് സ്പീഡ് ഇവിടെ ഏതാ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ആഡ് ചെയ്യും. 55, 53, 108 km/h ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കണം, കാരണം ഇവിടെ സെക്കൻഡിലാണ് കിടക്കുന്നത്. അപ്പം 108 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പം ഇത് ഈക്വൽ ടു എന്തായിരിക്കും? 21 ഇൻറ്റു റിലേറ്റീവ് സ്പീഡ് ചെയ്യുമ്പോൾ LA + LB ആണ്, അത് 2 + 5 7x ഈസ് ഈക്വൽ ടു. ഇത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 6, 3, അപ്പം 30, 3, 90 km/h, 90 മീറ്റർ അല്ലേ? 90 മീറ്റർ ആയിരിക്കും. അപ്പം എനിക്ക് വേണ്ടത് ഒരു ബ്രിഡ്ജിനെ 72 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യുക. അപ്പോൾ 72 സെക്കൻഡ് ടൈം ടേക്കൺ ടു പാസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് ബൈ സ്പീഡ് ഓഫ് എ അല്ലേ? അപ്പോൾ ടോട്ടൽ കവേർഡ് ഡിസ്റ്റൻസ് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് പ്ലസ് ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ. ആ സ്പീഡിൽ എൻ്റെ സ്പീഡിൽ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് 72 സെക്കൻഡ് എടുക്കുന്നത്. ലെങ്ത് ഓഫ് എ എന്ന് പറയുന്നത് എത്ര? 90 ഇൻറ്റു 5 450 പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എത്ര? 55 km/h അല്ലേ? അതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ നേരം 72 ഇൻറ്റു 55 ഇൻറ്റു 5/18 നമ്മളത് മീറ്റർ പെർ സെക്കൻഡിലാക്കണമെങ്കിൽ. അപ്പം 4 ഇൻറ്റു 5 20, 55 2 110, 1100 ഈസ് ഈക്വൽ ടു 450 പ്ലസ് ബ്രിഡ്ജ് ലെങ്ത് ഇംപ്ലൈസ് ബ്രിഡ്ജ് ലെങ്ത് എത്ര വരും?
1100 മൈനസ് 450, അപ്പം 1050-400 പോകാൻ നേരം 650 മീറ്റർ ആയിരിക്കും ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 30 സെക്കൻഡ്സ്. In 10 seconds. Walking with 5 meter per second train. അതെ, ലാസ്റ്റിലൊരു തിരുത്തുണ്ട്. ടു ക്രോസ് എ മാൻ വാക്കിംഗ് വിത്ത് 5 meter per second ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ ട്രെയിൻ എന്ന് ആക്കിക്കോണം. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്ത്, ഒരു ബോയ് ഒരു ട്രെയിനിനകത്താണ് ഇരിക്കുന്നത്, അയാൾ ട്രെയിനിനകത്താണ് ഇരിക്കുന്നത്. അയാൾ നോക്കിക്കേ, ഇവിടെ കുറേ പോൾസ് ഉണ്ട്, 301 പോൾസ് ഇതിനിടയ്ക്കുണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുവാണെങ്കിൽ 1 2 3 4 5 6 ഈ പോള് വരെ, അതായത് മൊത്തത്തിൽ 300 പോളെ കടന്നിട്ടുള്ളൂ. ഒരു ട്രെയിൻ ഒരു പോളിനെ മറികടക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ 301 ഉണ്ട്. അയാൾ 1 2 3 ഇവിടം വരെ ആയപ്പം എത്ര ഡിസ്റ്റൻസ് കവേർഡായി? 300 പോളെ കവർ ചെയ്തുള്ളൂ. കാരണം 301 പോള് കവർ ചെയ്യണമെങ്കിൽ ഇയാൾ ഈ ഇതും കൂടെ മറികടക്കണം. പക്ഷേ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് 301 പോള് എണ്ണി, അതായത് ഇവിടെ വന്നപ്പോൾ അവൻ 301 എണ്ണി, പക്ഷേ ട്രെയിന് ഇതിനെ മറികടന്നാലേ 301 കംപ്ലീറ്റ്ലി എണ്ണാൻ പറ്റും. അപ്പം ഇവിടം വരെ ട്രെയിൻ വന്നെങ്കിൽ 300 പോള് ടോട്ടൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ടോട്ടൽ കവേർഡ് ഡിസ്റ്റൻസ് 300 × 5 1500 മീറ്റർ ആയിരിക്കും കേട്ടോ. 301 × 5 ആയിരിക്കില്ല, കാരണം ഓരോ പോളിനിടയിലും 5 5 5 വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 5 5 5 ഇങ്ങനെ എത്ര 5 വരും? 305 വരും. അതായത് 1500 മീറ്റർ ആയിരിക്കും കവേർഡ് ഡിസ്റ്റൻസ്. 301 × 5 ആയിരിക്കില്ല, കാരണം ഇതിനെയും കൂടെ കടന്നാലേ 305 ആവാനായിട്ട് 301 പോള് കടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോക്ക്. ദി ട്രെയിൻ പാസസ് എ ട്രീ ഇൻ 10 സെക്കൻഡ് ആൻഡ് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ട്രെയിൻ ടു ക്രോസ് എ മാൻ വാക്കിംഗ് വിത്ത് 5 മീറ്റർ. ട്രെയിനിൻ്റെ അതേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നൊരു മാൻ, 5 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന മാനെ ക്രോസ് ചെയ്യാനായിട്ട് സമയം വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടി മീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ, ഇവിടെ എന്താ ലെങ്ത് ഓഫ് ട്രെയിൻ തന്നെ, ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ, ഇവിടെ മാനിനെ ക്രോസ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്ര തന്നെ? മാനിനെ ക്രോസ് ചെയ്യുന്ന ലെങ്ത് ഓഫ് ട്രെയിൻ തന്നെ, ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴല്ല, അപ്പോൾ നമുക്ക് അറിയാത്ത പാരാമീറ്റേഴ്സ് വേണം. അപ്പം ട്രെയിൻ ഒരു ട്രീയെ 10 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ട്രീയെ 10 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, 1500 മീറ്റർ ആണ്. അപ്പം 1000 ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ അയാളുടെ ട്രെയിനിൻ്റെ സ്പീഡ് കിട്ടും അല്ലേ. അപ്പം അപ്പുറത്ത് ട്രെയിനിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിൻ്റെ ലെങ്ത് ബൈ ട്രെയിനിൻ്റെ ലെങ്ത് ബൈ 10 സെക്കൻഡ് 1500. അതായത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ.
ഓക്കെ, നമ്മളൊരു കാര്യം വിട്ടുപോയി. 1 മിനിറ്റ് ആൻഡ് പോളുകളെ 1 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പം ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 300 × 5 1500 മീറ്റർ. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 300 പോൾ ട്രെയിൻ കംപ്ലീറ്റ് ആക്കും. ഓരോ പോളിൻ്റെ ഇടയിലും 5 മീറ്റർ ഗ്യാപ്പ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ 1500 മീറ്റർ. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ഇയാൾ എത്ര സമയം കൊണ്ട് 1500 മീറ്റർ കവർ ചെയ്യുന്നത്? 1 മിനിറ്റ് എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ 60 സെക്കൻഡ്. 1500 മീറ്റർ 60 സെക്കൻഡ് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണ്ടേ? ഒരു ട്രെയിൻ കടന്നു പോകാനായിട്ട്, അതായത് ട്രീയെ കടന്നു പോകുന്ന വെച്ച് ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ കവർ ചെയ്യാനായിട്ട് എത്ര? 10 സെക്കൻഡ് എടുക്കും. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ 25 × ട്രീയെ മറികടക്കാനെടുത്ത സമയം 10 സെക്കൻഡ്, 250 മീറ്റർ ആയിരിക്കും. ഇനിയും ഒരു മാനെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ബൈ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ മാൻ്റെ ടൈം ടേക്കൺ ടു മീറ്റ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? ടൈം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ട്രെയിനിൻ്റെ ലെങ്ത് 250 മീറ്ററെ ബൈ റിലേറ്റീവ് സ്പീഡ് എത്ര? 25 അല്ലേ? അപ്പോൾ 25, ഇവർ സെയിം ഡയറക്ഷൻ അല്ലേ? സെയിം ഡയറക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെയിം ഡയറക്ഷനിലാകുമ്പോൾ 25 - 5 റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് സ്പീഡ് ആയിരിക്കും. എത്ര? 20 വരും. അതായത് 12.5, 25ൻ്റെ പാതി 12.5 സെക്കൻഡ് ആയിരിക്കും. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 4 ആയിരിക്കും. ടൈം ടേക്കൺ ടു ക്രോസ് എ മാൻ ഹൂ ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ടൈം ടേക്കൺ ടു ക്രോസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് ബൈ റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ ഇത് തിരിച്ച് വരാൻ നേരം ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ടു ക്രോസ് ചെയ്യാൻ നേരം റിലേറ്റീവ് സ്പീഡ് കിട്ടും. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ റിലേറ്റീവ് സ്പീഡ് സെയിം ഡയറക്ഷൻ അല്ലേ? ഒരു ട്രെയിൻ ഉണ്ട്, അയാളൊരു മാൻ സെയിം ഡയറക്ഷനിൽ വാക്ക് ചെയ്യുന്ന മാനെ മറികടക്കുവാണെങ്കിൽ ആ സമയത്ത് റിലേറ്റീവ് സ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് മാൻ്റെ സ്പീഡ് എത്ര? 5. അത് ചെയ്യുന്നത് കിട്ടും. അത് ചെയ്യാൻ നേരം നമുക്ക് TL/25/2 ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയല്ല ഇവിടെ മാനിനെ കവർ ചെയ്യുമ്പോൾ കവറപ്പ് ആവുന്നത്, അതേ ബൈ അതിൻ്റെ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് റിലേറ്റീവ് സ്പീഡ് കിട്ടുന്നത്. വേറൊന്നുമില്ല, ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ടു മീറ്റ് അല്ല ടൈം ടേക്കൺ ടു ക്രോസ് എന്നുള്ളതിൽ ടി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഡിസ്റ്റൻസ് ബൈ ടി മീറ്റ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് സ്പീഡ് ഇങ്ങനെ കൊണ്ടുവന്നേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ D/T മീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? ഒരു മാനിനെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ് കവേർഡ് ഡിസ്റ്റൻസ്. അപ്പം TL/25/2 വരും ഈസ് ഈക്വൽ ടു ST - 5 ആൻഡ് ബൈ TL/25/3. രണ്ടാമത്തെ കേസിലെ ട്രെയിൻ, കാരണം രണ്ടാമത്തെ കേസിലും ആ സെയിം ട്രെയിന് വാക്കിംഗ് ആ സെയിം ട്രെയിന് 5 മീറ്റർ പെർ സെക്കൻഡിൽ ഓപ്പോസിറ്റിൽ വരുന്ന മാനിനെ എത്ര? 25/3 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം TL/25/3 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ബൈ ഇത് ചെയ്യുന്ന നേരം എന്ത് വരും? TL പോയി 25/3 മണ്ടേ വന്നു. അപ്പം 25/3 × 25/2 വരും ഈസ് ഈക്വൽ ടു ST - 5/ST + 5. ഇതും പോവും. അതായത് ST + 5 /ST - 5 ഈസ് ഈക്വൽ ടു 3/2 വരും. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കില്ല, കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്നൊരു റൂളുണ്ട്.
അതായത് എ പ്ലസ് ബി, ഇഫ് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ, ഇഫ് ഇങ്ങനെ ആണെങ്കിൽ എന്ത് വരും? ആണെങ്കിൽ പുറത്തോട്ട് എഴുതാവേ. ഇഫ് എ പ്ലസ് ബി ബൈ എ മൈനസ് ബി സി ബൈ ഡി ആണെങ്കിൽ എ ബൈ ബി എന്ന് പറയുന്നത് എന്ത് വരും? സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി എന്ന് വരും. ഇത് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്ന മാത്സിലെ ഒരു റൂളാണ്. അതിവിടെ അപ്ലൈ ചെയ്യുന്ന നേരം അങ്ങനെയാണെങ്കിൽ എസ് ടി പ്ലസ് 5 ബൈ എസ് ടി മൈനസ് 5 നമുക്ക് എസ് ടി ബൈ 5 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 5 ബൈ 3 മൈനസ് 2 1 എന്ന് എഴുതാം. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിൻ എത്ര വരും? 25 എന്ന് കിട്ടും. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ലെങ്ത് ഓഫ് ട്രെയിൻ അല്ലേ. ലെങ്ത് ഓഫ് ട്രെയിൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്യാം? 25 ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ആദ്യത്തെ കേസിൽ ഇട്ട് കൊടുക്കുക. ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25/2 ഇൻറ്റു എസ് ടി മൈനസ് 5 അല്ലേ. എസ് ടി എന്ന് വെച്ചാൽ 25, 25 മൈനസ് 5 20. അപ്പം 250 മീറ്റർ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ ട്രെയിന് എയും ബിയും സെയിം ലെങ്താണ്. രണ്ടുപേരും കവർ ചെയ്യുന്നത് 120 മീറ്ററുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് സെയിം അല്ലേ. ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ കവർ ചെയ്യും, പിന്നെ 120 മീറ്റർ പ്ലാറ്റ്ഫോമും കൂടെ കവർ ചെയ്യും. എ എന്ന് പറയുന്ന ട്രെയിൻ, ബി എന്ന് പറയുന്ന ട്രെയിനും ഈ സെയിം ലെങ്ത്, ഈ സെയിം പ്രോസസ്സ് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. അപ്പം എയും ബിയും അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ, ടൈമിൻ്റെ റേഷ്യോ എത്ര വരും? ആദ്യത്തെ ആൾ 16 സെക്കൻഡ്, എ 16 സെക്കൻഡും എടുക്കും, ബി എന്ന് പറയുന്നത് 40/3 സെക്കൻഡും എടുക്കും. അപ്പം ചെയ്യാൻ നേരം 6:5 എന്ന് വരും ടൈമിൻ്റെ റേഷ്യോ. ഇനി ടൈമിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ, അതായത് 5:6 ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഈ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, ബിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 108 km/h. അതായത് റേഷ്യോയിൽ അത് എത്ര യൂണിറ്റാണ്? 6 യൂണിറ്റാണ് ബിൻ്റെ സ്പീഡ്. ആ 6 എന്ന് പറയുന്നതാണ് 108 km/h എന്ന് പറയുന്നത്. അപ്പോൾ 6 യൂണിറ്റിനെ എന്തോ ചെയ്യുമ്പോഴാണ് 108 ആവുന്നത്? ഇൻറ്റു 18 ചെയ്യുമ്പോഴല്ലേ, 18 6 108. അങ്ങനെയെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്പീഡാണ് റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അത് എത്ര km/h ആവും? ഇൻറ്റു 18, സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം 90 km/h. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, റേഷ്യോ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യന് പറഞ്ഞ് ജനതയുണ്ട്, ഭോപ്പാൽ എക്സ്പ്രസ് ഉണ്ട്, 2 ട്രെയിനുണ്ട്. അപ്പോൾ ആദ്യം ഈ ഡീറ്റെയിലിംഗ് തുടങ്ങും. ജനത എക്സ്പ്രസ് ഒരു ജനത എക്സ്പ്രസ് സ്പീഡ് എത്ര? 36 km/h. ആൻഡ് അതൊരു മാനിനെ 18 km/h ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാക്ക് ചെയ്യുന്ന മാനെ ക്രോസ് ചെയ്യുന്നത് 20 സെക്കൻഡാണ്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയടിക്ക് ചെയ്തത് പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്തോണം. ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് എന്താ? ട്രെയിനിൻ്റെ കേസ് ആകുമ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത്.
ബൈ റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യായിരിക്കും. അപ്പോൾ ഈ റിലേറ്റീവ് സ്പീഡിന് ഇപ്പുറത്ത് കൊണ്ടുവരാൻ നേരം ടൈം ടേക്കൺ ടു മീറ്റ് ഇൻറ്റു റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ആ ട്രെയിനിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് ഇവിടെ ജനത ട്രെയിനല്ലേ പറയുന്നത്, ജനത എക്സ്പ്രസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു മീറ്റ് ഇൻറ്റു റിലേറ്റീവ് സ്പീഡ് മാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ആഡ് ചെയ്യും 36 + 18, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം 54 × 5/18, 18 ഇത് വെട്ടാൻ നേരം 3 × 5 15 20 300 മീറ്റർ ആയിരിക്കും ജനതാൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇനിയും ഭോപ്പാൽ എക്സ്പ്രസിൻ്റെ കണ്ടുപിടിച്ച ഭോപ്പാൽ എക്സ്പ്രസ് ഒരു പോളിനെ 30 സെക്കൻഡ് കൊണ്ട് മറികടക്കുവാണെങ്കിൽ ഭോപ്പാൽ എക്സ്പ്രസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 30 × അതിൻ്റെ സ്പീഡ് 54 km/h. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 × 3, അതായത് 15 × 30 450 മീറ്റർ ആയിരിക്കും ഭോപ്പാൽ ട്രെയിനിൻ്റെ ലെങ്ത്. ഇനിയും ഇവരുടെ കണ്ടുപിടിക്കാമല്ലോ ടൈം ടേക്കൺ ടു 2 ട്രെയിനും ഒരുമിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 2 ട്രെയിനും എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവരുടെ ഡിസ്റ്റൻസ് എത്ര? രണ്ടുപേരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ ട്രെയിനിൻ്റെ സമ്മായിരിക്കും. 450 700 750 ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സമ്മായിരിക്കും 54 36 എത്ര 80 54 36 90 km/h. അതിനെ ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ എനിക്ക് അതായത് 5/18 18 മണ്ടേ അപ്പം 5/18 ചെയ്യാൻ നേരം 5 25 കൊണ്ട് വെട്ടാൻ നേരം 30 സെക്കൻഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പം നമ്മൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം സ്പീഡ് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ട്രെയിനാക്കി ഞാൻ അസ്യൂം ചെയ്തു. അത് 11 സെക്കൻഡ് കൊണ്ട് ബ്രിഡ്ജിനെ മറികടക്കുമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് അതെത്ര? 330 + 550 880 മീറ്റർ കവർ ചെയ്തു വിതിൻ 11 seconds. അപ്പം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇവിടെ എന്ത് സ്പീഡാണ് കിട്ടുന്നത്? മൂവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അല്ലല്ലോ, നമുക്ക് ട്രെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് 80 m/s എന്ന് കിട്ടും. ആൻഡ് ടൈം ടേക്കൺ ടു ക്രോസ് എന്താ ചോദിച്ചേക്കുന്നത്? വേറൊരു ബ്രിഡ്ജ് ഉണ്ട് 570 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് പുതിയ ബ്രിഡ്ജിൻ്റെ ലെങ്ത് 330 + 570 900 മീറ്റർ ട്രാവൽ ചെയ്യും അറ്റ് ദ സ്പീഡ് ഓഫ് 80 m/s. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യാൻ നേരം ടൈം കിട്ടും 900/80 45/4 seconds. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സീരീസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്തും കൂടെ നോക്കണം. ചിലവർ ഇത് ജസ്റ്റ് കണ്ട് അങ്ങ് വിടരുത്, നിങ്ങൾ ചെയ്യണം. ആൻഡ് ഞാനിപ്പം അപ്പുറത്ത് 4 കൊണ്ട് = അപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ ബേസിക്കിൻ്റെ വീഡിയോ അല്ല വന്ന് ബേസിക്കിൻ്റെ വീഡിയോ പോയാലും നിങ്ങൾ = അപ്പുറം മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് ചെയ്തെടുത്തോണം. നോക്കി എഴുതിയെടുക്കരുത്. നിങ്ങൾ ആദ്യം നോക്കി മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നെത്താൻ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ലൈവ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ മാക്സിമം ചോദിക്കുക. നിങ്ങൾക്കും വേറെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് കാണുമല്ലോ, അവരുടെയും കൂടെ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫുള്ളി നോക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കത്തില്ല. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇൻ കേസ് ബിഗിനേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം കോച്ചിങ് അവൈലബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻസൊക്കെ. അപ്പം ആദ്യം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും, പിന്നെ സർക്കിൾ സെഷൻ ആയിരിക്കും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് സൂപ്പർ ബാച്ച് വരെയുള്ള ബേസിക് സർക്കിൾ ടു സൂപ്പർ ബാച്ച് വരെയുള്ള സെഷൻ വെൻഡേഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ എഫിഷ്യൻ്റ്ലി ഗൈഡ് ചെയ്യാനും ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ നടത്താനും നമ്മളെപ്പോഴും വെൻഡേഴ്സ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും കേട്ടോ. പിന്നെ അല്ലാതെ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം വർക്കൗട്ട് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ആയിരിക്കും. അത് വർക്കൗട്ട് ഓഫ് സീസണിൽ നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫർദർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ബാങ്ക് എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ്സും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഇപ്പോൾ ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട്, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ നെക്സ്റ്റ് ഡേ.